പ്രിയ സഹോദരങ്ങളെ, കരുണയുടെ നൊവേനയുടെ 2-ാം ദിവസമായി ഇന്ന് ഈശോയുടെ തിരുഹൃദയത്തിൻ്റെ ഏറ്റവും വേണ്ടപ്പെട്ട സന്യസ്തരെയും പുരോഹിതരെയും ഈശോയുടെ തിരുസന്നിധിയിൽ സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. നമുക്ക് ഈ ഭൂമിയിലേക്ക് നൽകപ്പെട്ടിരിക്കുന്ന പൗരോഹിത്യം നിത്യപുരോഹിതനായ ഈശോയുടെ പൗരോഹിത്യത്തോട് ചേർന്ന് നിൽക്കുന്ന, ഈശോയുടെ പൗരോഹിത്യത്തിൽ നിന്ന് പുറത്തേക്ക് ഒഴുകുന്ന പൗരോഹിത്യത്തിൻ്റെ കൃപകളാണ്. പൗരോഹിത്യം ദൈവകരുണയുടെ ഏറ്റവും സുന്ദരമായ അടയാളമാണ്. പഴയ നിയമത്തിൻ്റെ പൗരോഹിത്യത്തെക്കുറിച്ച് പോലും പ്രഭാഷകൻ 45:16 ജനത്തിൻ്റെ പാപങ്ങളുടെ പരിഹാരത്തിന് വേണ്ടി കർത്താവിന് ബലിയർപ്പിക്കുന്നതിനും സ്മരണാംശമായി കുന്തുരുക്കവും സുഗന്ധദ്രവ്യങ്ങളും അർപ്പിക്കുന്നതിനും അവിടുന്ന് അവനെ മാനവകുലത്തിൽ നിന്ന് തിരഞ്ഞെടുത്തു എന്നാണ് പറയുന്നത്. ജനങ്ങളിൽ നിന്ന് ജനങ്ങൾക്ക് വേണ്ടി തിരഞ്ഞെടുക്കപ്പെടുന്ന പ്രധാന പുരോഹിതൻ ദൈവിക കാര്യങ്ങൾക്ക് നിയമിക്കപ്പെടുന്നത് പാപപരിഹാരത്തിനായി ബലികളും കാഴ്ചകളും അർപ്പിക്കാനാണ്. അവൻ തന്നെ ബലഹീനനായതുകൊണ്ട് അജ്ഞരോടും വഴിതെറ്റിയവരോടും വേണ്ടത്ര സഹതാപത്തോട് പെരുമാറാൻ അവന് കഴിയും എന്ന് ഹെബ്രായർ 5:1-2 തിരുവചനങ്ങൾ പറയുന്നു. അങ്ങനെ പഴയ നിയമത്തിൻ്റെ പൗരോഹിത്യ കാഴ്ചപ്പാട് പോലും ജനത്തിൻ്റെ മേൽ കരുണയൊഴുക്കുന്ന ദൈവത്തിൻ്റെ ഒരു പ്രവൃത്തിയായിട്ടാണ്. പുതിയ നിയമത്തിലെ പൗരോഹിത്യത്തിൻ്റെ ശക്തി മുഴുവൻ പൗരോഹിത്യം തന്നെയും ഈ ക്രിസ്തുവിൽ നിന്ന് വരുന്ന പൗരോഹിത്യമാണ്. ഹെബ്രായർ 9:24-25-26 മനുഷ്യനിർമ്മിതവും സാക്ഷാലുള്ളവയുടെ പ്രതിരൂപവുമായ വിശുദ്ധ സ്ഥലത്തേക്കല്ല, നമുക്ക് വേണ്ടി ദൈവസന്നിധിയിൽ നിൽക്കാൻ സ്വർഗത്തിലേക്ക് തന്നെയാണ് യേശു പ്രവേശിച്ചത്. അത് പ്രധാന പുരോഹിതൻ തൻ്റേതല്ലാത്ത രക്തത്തോടുകൂടി വിശുദ്ധ സ്ഥലത്തേക്ക് ആണ്ടുതോറും പ്രവേശിക്കുന്നത് പോലെ പല പ്രാവശ്യം തന്നെ സമർപ്പിക്കാനായിരുന്നില്ല. ആയിരുന്നെങ്കിൽ ലോകാരംഭം മുതൽ പല പ്രാവശ്യം അവൻ പീഡ സഹിക്കേണ്ടി വരുമായിരുന്നു. കാലത്തിൻ്റെ പൂർണ്ണതയിൽ തന്നെ ബലിയർപ്പിച്ചുകൊണ്ട് പാപത്തെ നശിപ്പിക്കുവാൻ ഇപ്പോൾ ഇതാ അവൻ ഒരിക്കൽ മാത്രം പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നു. അതുപോലെ തന്നെ ഹെബ്രായർ 7:27 അന്നത്തെ പ്രധാന പുരോഹിതന്മാരെ പോലെ ആദ്യമേ സ്വന്തം പാപങ്ങൾക്ക് വേണ്ടിയും അനന്തരം ജനത്തിൻ്റെ പാപങ്ങൾക്ക് വേണ്ടിയും അനുദിനം അവൻ ബലിയർപ്പിക്കേണ്ടതില്ല. അവൻ തന്നെ അർപ്പിച്ചുകൊണ്ട് എന്നേക്കുമേ ഒരിക്കൽ ബലിയർപ്പിച്ചിരിക്കുന്നു. സഹോദരങ്ങളെ, ഇതാണ് യഥാർത്ഥത്തിൽ ഇന്നത്തെ പൗരോഹിത്യത്തിൻ്റെ ശക്തി. ഈശോയോട് ഐക്യപ്പെട്ട് ക്രിസ്തുവിൽ നിന്നാണ് പുരോഹിതർ പൗരോഹിത്യം സ്വീകരിക്കുക. ഹെബ്രായർ 10 വചനം പറയുകയാണ്, 19 മുതൽ 22 വരെ, എൻ്റെ സഹോദരരെ, യേശുവിൻ്റെ രക്തം മൂലം വിശുദ്ധ സ്ഥലത്തേക്ക് പ്രവേശിക്കുവാൻ നമുക്ക് മനോധൈര്യമുണ്ട്. എന്തെന്നാൽ തൻ്റെ ശരീരമാകുന്ന വിരിയിലൂടെ അവൻ നമുക്കായി നവീനവും സജീവവുമായ ഒരു പാത തുറന്നു തന്നിരിക്കുന്നു. ദൈവഭവനത്തിൻ്റെ മേൽനോട്ടക്കാരനായി നമുക്കൊരു മഹാപുരോഹിതനുണ്ട്. അതിനാൽ വിശ്വാസത്തിൻ്റെ ഉറപ്പുള്ള സത്യഹൃദയത്തോടെ നമുക്ക് അടുത്തു ചെല്ലാം. ഇതിന് ദുഷ്ടമനസാക്ഷിയിൽ നിന്ന് നമ്മുടെ ഹൃദയത്തെ വെടിപ്പാക്കുകയും ശരീരം ശുദ്ധജലത്താൽ കഴുകുകയും വേണം. നമ്മളെ തന്നെ വിശുദ്ധീകരിച്ച് ഇന്നത്തെ പൗരോഹിത്യ ശുശ്രൂഷകളിൽ നമ്മൾ പങ്കെടുക്കുമ്പോൾ ക്രിസ്തുവിൻ്റെ തന്നെ പൗരോഹിത്യത്തിൻ്റെ ബലി, എന്നേക്കുമായി അർപ്പിച്ച കാൽവരിയുടെ ബലി, എന്നേക്കുമായി കാൽവരിയിലൂടെ നമുക്ക് തന്ന കാരുണ്യത്തിൻ്റെ അനുഭവം, ഇതാണ് നമ്മൾ പങ്കുപറ്റുന്നത് എന്ന് നമ്മൾ അറിയണം. ഹെബ്രായർ 4:14 മുതൽ 16 വരെ ക്രിസ്തുവിൻ്റെ പൗരോഹിത്യത്തെക്കുറിച്ച് പറയുന്നത്, സ്വർഗത്തിലേക്ക് കടന്നുപോയ ശ്രേഷ്ഠനായ ഒരു പ്രധാന പുരോഹിതൻ ദൈവപുത്രനായ യേശു നമുക്കുള്ളതുകൊണ്ട് നമ്മുടെ വിശ്വാസത്തെ നമുക്ക് മുറുകെ പിടിക്കാം. നമ്മുടെ ബലഹീനതകളിൽ നമ്മോടത്ത് സഹതപിക്കുവാൻ കഴിയാത്ത ഒരു പ്രധാന പുരോഹിതനല്ല നമുക്കുള്ളത്. പിന്നെയോ ഒരിക്കലും പാപം ചെയ്തിട്ടില്ലെങ്കിലും എല്ലാ കാര്യങ്ങളിലും നമ്മെപ്പോലെ തന്നെ പരീക്ഷിക്കപ്പെട്ടവനാണ് അവൻ. അതിനാൽ വേണ്ട സമയത്ത് കരുണയും കൃപാവരവും ലഭിക്കുന്നതിനായി നമുക്ക് പ്രത്യാശയോടെ കൃപാവരത്തിൻ്റെ സിംഹാസനത്തെ സമീപിക്കാം. സന്യസ്തരും ഇതുപോലെ തന്നെ ഈശോയുടെ തിരുഹൃദയത്തോട് ചേർന്ന് നിന്ന് ഈശോയുടെ കാരുണ്യത്തെ സ്വർഗത്തിൽ നിന്ന് ഭൂമിയിലേക്ക് ഒഴുക്കുന്ന ദൈവത്തിൻ്റെ വിശുദ്ധാത്മാക്കളാണ്. നമുക്ക് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകവും കരുണയും സ്വീകരിക്കാൻ വേണ്ടി ഹൃദയങ്ങൾ ഒരുക്കാം. ആവേ മരിയ.